സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ആശാസമരം ഇന്ന് 50-ാം ദിവസം തികച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ടനം ചെയ്ത് മുടിമുറിച്ചും ആശമാരുടെ പ്രതിഷേധം ഇന്ന് നടക്കുകയുണ്ടായി. വളരെ വികാരനിർഭരമായ ദൃശ്യങ്ങളാണ് അവിടെ കാണാൻ സാധിച്ചത്. മുടി മുറിക്കുന്നതിന് മുൻപ് ആശമാർ അവരുടെ അഴിച്ചിട്ട മുടിയുമായി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാളുടെ മുഖത്തു പോലും അവരുടെ അഴകിൻ്റെ ഭാഗമായ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അഴകിൻ്റെ ഭാഗമായ മുടി മുറിക്കുന്നതിൻ്റെ സങ്കടമോ വേദനയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് അവരുടെയൊക്കെ മുഖത്ത് പ്രകടമായിരുന്നത് തങ്ങൾ മുന്നോട്ട് പോകുന്ന, തങ്ങൾക്ക് നേടിയെടുക്കേണ്ടുന്ന ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു തീരുമാനം മാത്രമായിരുന്നു അവരുടെ മുഖങ്ങളിൽ കാണാൻ സാധിച്ചത്. എന്തു വന്നാലും ഞങ്ങൾ ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കില്ല എന്ന്, ഒരിക്കൽ പോലും മുടി മുറിക്കാൻ തയ്യാറാകാതിരുന്നവർ, മുടി മുറിച്ചാൽ അത് അവരുടെ ഹൃദയം മുറിക്കുന്നതിന് തുല്യമായ വേദന അനുഭവിച്ചിരുന്നവരാണ് പലരും. ധാരാളം മുടിയുള്ള സ്ത്രീകളുണ്ടായിരുന്നു അവിടെ. അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി. അതിനു മുൻപ് മുടി മുറിക്കുന്നതിന് വേണ്ടി ഏകദേശം 11 മണിയോടുകൂടിയാണ് ഈ മുടി മുറിക്കൽ അവർ ആസൂത്രണം ചെയ്തിരുന്നത്. മുടി മുറിക്കുന്നതിന് മുമ്പായിട്ട് ആ സ്റ്റാച്യുവിലുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള റോഡിൽ കൂടി ഇവർ ഒരു പ്രകടനം നടത്തുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ പലർക്കും വേദന തോന്നുന്ന ദൃശ്യങ്ങളായിരുന്നു. ഇത്രമാത്രം തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇത്രയും സ്ത്രീകൾ ഇത്രയും മഴയും വെയിലും ഇതെല്ലാം സഹിച്ച്, ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് സർക്കാരിന് മുന്നിൽ വന്ന് ഇത്രയും ദിവസം സമരം ചെയ്തിട്ട് അവരുടെ ആ പ്രശ്നങ്ങൾ കേൾക്കാനോ അതിനൊരു പരിഹാരം നൽകാനോ നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ ഇത് സ്ത്രീപക്ഷ സർക്കാർ ആണ് എന്ന് പറയുന്നത് കൊണ്ട് എന്തർത്ഥമാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആ ചോദ്യം ഒരിക്കലും തെറ്റല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇവർ ഓരോരുത്തരും മുടി മുറിക്കുമ്പോൾ മുറിച്ച മുടി അവർ കയ്യിൽ വെച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷവും അവരുടെ പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. എന്തു വന്നാലും ശരി, ഞങ്ങളുടെ തല മുറിച്ചാലും ശരി, ഞങ്ങൾ ഈ പ്രതിഷേധ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. പ്രതിഷേധ സമരങ്ങളുടെ ഒരു ശവപ്പറമ്പാവുകയാണ് കേരളം എന്ന് അവിടെ സംസാരിക്കുന്ന പല നേതാക്കന്മാരും പറയുന്നുണ്ടായിരുന്നു. കാരണം അവർ സത്യം പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകമാണ് അവരുടെ മുടി എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ആ സഹന സമരത്തിന് മുന്നിൽ കണ്ണു തുറക്കാത്ത സർക്കാരിന് മുന്നിൽ ഉള്ളു നീറുന്ന വേദനയോടെ തന്നെയാണ്. പക്ഷേ പ്രതിഷേധത്തിന്റെ കനൽ ഒട്ടും കെടാതെ അതിനെ ആളിക്കത്തിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആശമാരും ഇന്ന് പ്രതിഷേധിച്ചിരുന്നത്. ഇതിൽ തലമുണ്ടനം ചെയ്തവരും ഉണ്ടായിരുന്നു. അവർ തലമുണ്ടനം ചെയ്ത് കഴിയുമ്പോൾ അവരോട് എന്താണ് മനസ്സിൽ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ നിറകണ്ണുകളോടെ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കാരണം അത്രമാത്രം മുണ്ടുമുറുക്കി ഉടുക്കേണ്ട ഒരു ഗതികേടിലാണ് ആശമാർ എന്ന് പറയാം. കാരണം കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും നമ്മുടെ സുഖലോലുപതയുടെ സൗകര്യങ്ങളുടെ കീഴിൽ നമ്മൾ പുറത്തിറങ്ങാതെ, നമ്മളെ ആ രോഗാണു ആക്രമിക്കാതെ വീട്ടിനുള്ളിൽ കഴിഞ്ഞവരാണ് നമ്മൾ. ആ സമയത്ത് നമ്മളെപ്പോലെ ഉള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി പുറത്തിറങ്ങി വൈറസിനോട് പൊരുതി അതിൽ പലർക്കും അസുഖം വന്ന് അങ്ങനെ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയവരാണ് ആശമാർ. അവരുടെ വേതനത്തിൽ ഒരല്പം തുക കൂട്ടിച്ചോദിക്കുമ്പോൾ അതും ന്യായമായ രീതിയിൽ അവരുടെ ഒരു ആവശ്യം കൺസിഡർ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന സർക്കാർ ശരിക്കും സ്ത്രീവിരുദ്ധ സർക്കാരാണ്. പാവപ്പെട്ട ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാത്ത സർക്കാരാണ്. ബാലറ്റ് പേപ്പർ എന്ന് പറയുന്ന ഒരു ആയുധം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതും ഞങ്ങളുടെ സമരത്തിൻ്റെ ഒരു രീതിയാണ്, സഹനത്തിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അത് ഞങ്ങൾ പുറത്തെടുക്കുമെന്ന് അവരിൽ പലരും അവിടെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇനിയെങ്കിലും ഈ 50 ദിവസം എന്നുള്ളത് ഇവിടെ അവസാനിക്കും, അല്ലെങ്കിൽ 51-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴെങ്കിലും ഇവർക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരും അവരെ പോലെ നമ്മളിൽ പലരും. ന്യൂസ് ഡെസ്ക് കർമാനസ്.